റോങ് പീപ്പിളിനെ ഹയർ ചെയ്താൽ റൈറ്റ് സ്ട്രാറ്റജി പോലും ഫെയിൽ ആവും. ബിസിനസ് വളരാത്തതിൻ്റെ കാരണം മാർക്കറ്റല്ല, ഹയറിംഗ് ആണ്. സ്മാർട്ട് ആളുകളെ ഹയർ ചെയ്യാൻ ഒരു പവർഫുൾ ഫ്രെയിംവർക്ക് ഉണ്ട്. അതാണ് ഗിരി ടോക്ക്. ജി എന്നത് ഗ്രിറ്റാണ്. പ്രഷർ വന്നാൽ തകരാത്തവൻ വേണം. സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും മുന്നോട്ട് പോകാനുള്ള മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാവണം. ടാലൻറ്റ് മാത്രം പോരാ, സ്റ്റേയിങ് പവറും വേണം. ഐ എന്നത് ഇൻറ്റൻ്റ് ആണ്. സ്കില്ല് പഠിപ്പിക്കാം, പക്ഷേ ഇൻറ്റൻ്റ് ഒരിക്കലും പഠിപ്പിക്കാൻ പറ്റില്ല. കമ്പനി എങ്ങനെ വളർത്താം, കസ്റ്റമേഴ്സിന് കൂടുതൽ വാല്യൂസ് എങ്ങനെ കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരെ ഹയർ ചെയ്യുക. ആർ എന്നത് റിഗറാണ്. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. ഡെയിലി ഡിസിപ്ലിൻ ഉണ്ടാവണം. എക്സ്ക്യൂസ് അല്ല നമുക്ക് വേണ്ടത്, എക്സിക്യൂഷനാണ്. ഐ എന്നത് ഇമ്പാക്റ്റ് ആണ്. ഡിസിഷൻ എടുക്കാൻ പേടിക്കുന്നവരെ ഒരിക്കലും ഹയർ ചെയ്യരുത്. ക്വിക്ക് ആൻഡ് കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നവരെ മാത്രം ഹയർ ചെയ്യുക. അവർക്ക് മാത്രമേ കമ്പനിയിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കൂ. ടി എന്നത് ടീം വർക്കാണ്. ഇൻഡിവിജ്വൽ പ്ലെയറിനെ അല്ല നമുക്ക് വേണ്ടത്, ടീം പ്ലെയറിനെയാണ്. എക്സ്പേർട്ടായിട്ടും കൊളാബറേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ആ വ്യക്തി കമ്പനിയുടെ കൾച്ചർ ഡിസ്ട്രോയ് ചെയ്യും. ഒ എന്നത് ഓണർഷിപ്പാണ്. എംപ്ലോയി അല്ല, വർക്ക് ഓണർ വേണം. എൻ്റെ ജോലി എന്ന് പറയുന്നവരെ ഹയർ ചെയ്യണം. അപ്പോൾ മൈക്രോ മാനേജ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാവില്ല. മനസ്സിലാക്കേണ്ടത് ഓണർ മൈൻഡ് സെറ്റ് ഉള്ളവരാണ് കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സി എന്നത് ക്യൂരിയോസിറ്റിയാണ്. ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നൊവേഷൻ സംഭവിക്കൂ. ഇനി എന്ത് ബെറ്റർ ചെയ്യാം എന്ന് ചോദിക്കുന്നവരാണ് കമ്പനിയുടെ ഫ്യൂച്ചർ. അതുകൊണ്ട് ഹയർ സ്മാർട്ട്, ഗ്രോ ഫാസ്റ്റർ. ഇതുപോലുള്ള ബിസിനസ് സൈക്കോളജിക്കൽ ടിപ്സിന് ജസ്റ്റ് ഫോളോ മീ. താങ്ക് യു.